അജിത് കുമാർ നായകനായി വന്ന ഏറ്റവും പുതിയ ചിത്രമാണ് ഗുഡ് ബാഡ് അഗ്ലി അല്ലെ. ചിത്രം തമിഴ്നാട്ടിൽ മാത്രമായിട്ട് 100 കോടി ക്ലബിൽ എത്തിയിരിക്കുകയാണ്. ഗുഡ് ബാഡ് അഗ്ലി 200 കോടിയിലധികം ആഗോളതലത്തിൽ നേടിയിരിക്കുകയാണ് എന്നും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. ആദിക് രവിചന്ദ്രാണ് ചിത്രം സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്. അജിത് കുമാറിന്റെ ആക്ഷൻ കോമഡി ചിത്രമാണ് ഗുഡ് ബാഡ് അഗ്ലി. അജിത് കുമാർ നായകനായി വരുമ്പോൾ ചിത്രത്തിൽ നായിക തൃഷയാണ്. പ്രഭു, അർജുൻ ദാസ്, പ്രസന്ന, സുനിൽ, രാഹുൽ ദേവ്, റെഡിൻ, പ്രദീപ് കബ്ര, ഹാരി ജോഷ്, BS അവിനാശ്, പ്രിയ പ്രകാശ് വാര്യർ, ടിനു ആനന്ദ്, ഷൈൻ ടോം ചാക്കോ എന്നിവരും കഥാപാത്രങ്ങളായി ചിത്രത്തിലുണ്ട്. അജിത് കുമാർ നായകനായി മുൻപ് വന്നിട്ടുണ്ടായിരുന്നത് വിടാമുയർച്ചിയിലാണ്. അജിത്തിന്റെ വിടാമുയർച്ചി ആഗോളതലത്തിൽ 136 കോടി മാത്രമാണ് നേടിയത് എന്നാണ് റിപ്പോർട്ടുകൾ. നെറ്റ്ഫ്ലിക്സിലൂടെ ആയിരുന്നു അജിത് കുമാറിന്റെ വിടാമുയർച്ചി OTTയിൽ എത്തിയത്. OTTയിൽ മാർച്ച് 3-നാണ് സിനിമ പുറത്തെത്തിയത്. വിടാമുയർച്ചിയുടെ ബജറ്റ് ഏകദേശം 300 കോടിക്ക് മുകളിലായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. അജിത്തിന്റെ വിടാമുയർച്ചി പ്രഖ്യാപിച്ചിട്ട് 2 വർഷത്തോളമായിരുന്നു. ഒടുവിൽ അജിത്തിന്റെ വിടാമുയർച്ചി എന്ന സിനിമ പ്രദർശനത്തിനായി എത്തിയെങ്കിലും പ്രതീക്ഷിച്ച വിജയം നേടാനാകുന്നില്ലെന്നും കളക്ഷൻ കുറവാണ് എന്നുമാണ് റിപ്പോർട്ടുകൾ. അജിത് നായകനായതിൽ വിടാമുയർച്ചിക്ക് മുൻപ് വന്നത് തുനിവാണ്. മികച്ച വിജയമായി മാറിയിരുന്നു അജിത് ചിത്രം തുനിവ് എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കിയത്. സംവിധാനം H വിനോദായിരുന്നു നിർവഹിച്ചത്. അജിത്തിന്റേതായി 2 വർഷം കഴിഞ്ഞാണ് സിനിമ എത്തിയതെന്നതും വിടാമുയർച്ചയുടെ പ്രത്യേകതയാണ്. എന്തായാലും വന്നിരിക്കുന്ന വിമർശനങ്ങൾക്ക് ഒരു മറുപടി എന്നോണമാണ് താരത്തിന്റെ പുതിയ ചിത്രത്തിന്റെ കളക്ഷൻ പുറത്തുവിട്ടിരിക്കുന്നത്.